ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നായകൻ ആര് എന്നുള്ളതാണ്. 9 നായകന്മാരുടെ കഥ നമുക്ക് നോക്കാം. 9ാം സ്ഥാനത്ത് രാജ്കുമാർ റാവു ആണ്. 25 സിനിമകളാണ് 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. തൊട്ടുമുന്നിൽ പൃഥ്വിരാജാണ്. 26 സിനിമകളുമായി അദ്ദേഹം അതിൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് മോഹൻലാലാണ് 27 സിനിമകളുമായി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ആസിഫ് അലി 28 സിനിമകളുമായി മോഹൻലാലിനെ കടത്തിവെട്ടുമ്പോൾ ടോവിനോയും അക്ഷയ് കുമാറും 32 സിനിമകൾ വീതം നേടി ആ ഒരു സ്ഥാനത്ത് എത്തി 5ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കുഞ്ചാക്കോ ബോബനാണ് 33 സിനിമകളുമായി 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വിജയ് സേതുപതി 34 സിനിമകളുമായി അതിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ 2ാം പൊസിഷനിലെത്തുകയാണ് 36 മൂവികളുമായി. 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയാണ്, 37 സിനിമകൾ. നമുക്കറിയാം, സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അത് ബാക്കി ഏതൊരു നടനേക്കായാലും കൂടുതലുള്ളത് ഈ ഒരു ചെറുപ്പക്കാരനായ മമ്മൂട്ടിക്കാണ്. 74 വയസ്സുകൾ പൂർത്തിയാകുമ്പോഴും അദ്ദേഹം ഇപ്പോഴും യൂത്ത് വിങ്ങിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള നടൻ തന്നെയാണ്. 37 സിനിമകളാണ് മമ്മൂട്ടിയുടെ പേരിൽ കഴിഞ്ഞ 10 വർഷമുള്ളതും. അതിൽ തന്നെ ഒട്ടുമിക്കതും വെറൈറ്റി സിനിമകളുമാണ്. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടി തന്നെയാണ് തലപ്പത്ത് നിൽക്കുന്നത്. 4ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും നമുക്കറിയാവുന്ന കാര്യം അതാണ്. ഏകദേശം ഒരു 10 നാഷണൽ അവാർഡ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെത്തേണ്ടതാണെന്നുള്ളതറിയാം. എന്തായാലും ദ സീനിയർ മോസ്റ്റ് നെയിം ഇൻ ദ ലിസ്റ്റ് മെഗാസ്റ്റാർ മമ്മൂട്ടിയാകുന്നു. ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ഹീറോ എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുള്ള അടങ്ങാത്ത അഭിനിവേശവും ഇഷ്ടവും എല്ലാം നമുക്ക് ഈ 75ാം വയസ്സിലും നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് 16 ദിവസങ്ങളും കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 75ാം പിറന്നാളാണ്. എന്തായാലും അത്ര ഗംഭീരമായിട്ടുള്ള റെയർ ഇന്ത്യൻ ആക്ടർ എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നമുക്ക് എടുത്ത് പൃഥ്വിരാജിൻ്റെയും സിനിമകൾ ഇതിനൊപ്പം തന്നെ റിലീസുണ്ട്. നമുക്കറിയാം, വിസ്മയ മോഹൻലാലിൻ്റെ ഗംഭീര സിനിമയായ തുടക്കവും ഇതിൻ്റെ കൂടെയുണ്ട്. ഓണം റിലീസായിട്ട്. അപ്പോൾ കാത്തിരിക്കാം. പാട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസിലൂടെ കയറിയ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് പ്രേം നസീറാണ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന, അതിൻ്റെ തൊട്ട് പിന്നാലെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഉള്ളത് അത് മമ്മൂട്ടി തന്നെയാണ്. അതുതന്നെയാണ് എടുത്തു പറയാനുള്ളതും. ഈ ഒരു നടൻ്റെ ആത്മാർപ്പണം, അതേപോലെ സിനിമയോടെ ഉള്ള അടങ്ങാത്ത അഭിനിവേശം, ബാക്കിയെല്ലാം മാറ്റി വെച്ച് അദ്ദേഹം അതിനകത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ല എന്നുള്ളത്. അതിന് മുകളിലേക്ക് ആരുമില്ല. എല്ലാവരും